നോമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. ആദ്യം കുറച്ച് മൈദ എടുത്തിട്ട് ഉപ്പും പഞ്ചസാരയും മുട്ടയും ചേർത്ത് നല്ലവണ്ണം കലക്കി വെച്ച് ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം അതിന് മസാല തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയിലോ മറ്റേതെങ്കിലും എണ്ണയിലോ സവോള, ടൊമാറ്റോ, പിന്നെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അത് ക്യാരറ്റൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ. അതിനുശേഷം പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. അത് വെള്ളമയം ഒട്ടും പാടില്ല കേട്ടോ. ഈ പപ്സിനൊക്കെ ഉണ്ടാക്കുന്ന മസാലയില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം നമ്മൾ ദോശയായിട്ട് മാവ് അത് ദോശയായിട്ട് ഉണ്ടാക്കണം. അധികം വെന്ത് പോകാൻ പാടില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ അത് ശരിക്കും മടക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മസാല ഈ ദോശയിൽ നിറച്ചിട്ട് രണ്ട് വശവും മടക്കിയെടുക്കണം. അത് പൊട്ടിപ്പോകാൻ പാടില്ല. കണ്ടോ, രണ്ട് വശവും മടക്കി എടുത്തിട്ട് ഈ മറ്റേ രണ്ട് വശവും മടക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മസാല പുറത്തേക്ക് വീഴാൻ നോക്കണം. അതിനുശേഷം അത് മൊരിച്ചെടുക്കണം നല്ലവണ്ണം. എന്നിട്ട് അത് ഒരു നോൺ സ്റ്റിക്കിൽ ബേക്ക് ചെയ്തതായിട്ട് എടുക്കാൻ പറ്റുന്നു. കുറച്ച് സമയം അടച്ചു വെച്ചാൽ ബേക്ക് ചെയ്ത പോലെ ഇരിക്കും. പപ്സ് കഴിക്കുന്ന പോലെ ഇരിക്കും. ഇത് നൊയമ്പുള്ള കാലത്ത് കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പലഹാരമാണ്. ഇതിൻ്റെ കുറച്ച് സോസ് ചേർത്ത്, അച്ചാറോ സോസൊക്കെ ചേർത്ത് ഇതിൻ്റെ കഴിക്കാം. എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തരണേ.